അത് നമ്മളുടെ ഭൂമിയിൽ ഇനി ഒന്നുമില്ല. കുരങ്ങും കാട്ടനാനും കൂടി മരത്തിന് മുകളിലുള്ള സർവ്വ കായ്ഫലങ്ങൾ കൊണ്ടുപോവുകയാണ്. മണ്ണിനടിയിലുള്ള പന്നി കൊണ്ടുപോകുന്നു. എന്നിട്ടും നമ്മൾ സഹിച്ചു. അതാണ് കേരളീയന്റെ ഒരു പ്രത്യേക സംസ്കാരം. ഓരോ മനുഷ്യനും എത്ര ഹൃദയവേദനയോടുകൂടി ഈ സമരമുഖത്തേക്ക് ഇറങ്ങാതെ പിടിച്ചു നിന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു നേരം ഉണ്ണാനുള്ള ആഹാരം ഇല്ലാതിരുന്നിട്ട് പോലും ഈ ജനങ്ങളൊക്കെയും ഈ സമരത്തിൽ നിന്ന് മാറി നിന്നത് ഈ ഗവൺമെന്റിനെയോ അല്ലെ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഏത് തന്നെ ആയിക്കോട്ടെ നിങ്ങളോടുള്ള മാന്യതയും ഞങ്ങളുടെ സംസ്കാരവും കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരാതെ മാറി നിന്നുകൊണ്ടിരുന്നത്. അന്നത്തെ നിങ്ങൾ ഞങ്ങളെ വെറും പട്ടികൾ വില പോലും കൽപ്പിക്കാതെ ഞങ്ങളെ സമരമുഖത്തേക്ക് ഇറക്കിവിടുവാൻ കഴിഞ്ഞ 1 വർഷക്കാലമായി നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കുളത്തൂപ്പുഴയിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചിട്ട് ഇന്ന് 6 മാസക്കാലം കഴിഞ്ഞു. ആ സഹോദരന് വേണ്ടി ഞങ്ങൾ ഈ റോഡ് വിരോധിച്ചപ്പോൾ ഞങ്ങളുടെ പേരിൽ കേസെടുക്കുവാൻ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു, ഇവിടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തിയ കാട്ടാനകളെ ഈ നാട്ടിൽ നിന്ന് തുരത്തുവാൻ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്ന് ഇവിടെ ഞാൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് എന്റെ ഹൃദയം പൊട്ടി വരുന്ന വാക്കുകളാണ്. ഈ കുളത്തൂപ്പുഴയിൽ ഒരു മനുഷ്യന് ഇനി ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കുളത്തൂപ്പുഴയിലേക്ക് കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചയക്കാത്ത അവസ്ഥയിലേക്ക് മാറി. കുളത്തൂപ്പുഴയുള്ള ഒരു മനുഷ്യന് ഒരു 10 സെന്റ് ഭൂമി വിട്ടിട്ട് ഒരു മകളെ കെട്ടിച്ചു വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ ദയനീയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ ഒരു മൂന്നാറ് വീണ്ടും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. കുളത്തൂപ്പുഴയുള്ള സർവ്വജനങ്ങളും ഒറ്റക്കെട്ടാണ്. ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. ഇത് നമ്മളുടെ ജീവന്റെ മാർഗമാണ്. നമുക്കിനിയും ജീവിക്കണം. നമുക്ക് ദൈവം തന്ന ജീവനാണ്. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അനാസ്ഥ കൊണ്ട് ഈ ജീവനെ ആർക്കും എടുക്കാൻ സാധിക്കത്തില്ല. ഒരു കാട്ടാനെയും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കിതിനെ തുരത്തി തന്നില്ല എങ്കിൽ തുരത്തുന്നത് വരെ നിങ്ങളെ തുരത്താൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സമരത്തിന് മണിക്കൂറുകൾക്കകം ഒരു തീരുമാനം ഉണ്ടാക്കി തരുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ റോഡ് വിരോധിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ആഴ്ചകളോ മാസങ്ങളോ വേണമെങ്കിൽ ഇവിടെ കിടക്കുവാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ പൊട്ടിയിരിക്കുവാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രാത്രിയിൽ ഒന്ന് താലോലിക്കുവാൻ നിവർത്തിയില്ല. വല്ല വീടുകളിലും കൊണ്ട് കിടത്തുന്നു. ഞങ്ങളുടെ അപ്പനമ്മമാരെ ഒന്ന് കാണുവാൻ നിവർത്തിയില്ല. വല്ല വീടുകളിലും കൊണ്ട് കിടത്തുന്നു. ചെറുപ്പക്കാർ മാത്രം വീടുകളിൽ കിടക്കുന്ന ഒരു അവസ്ഥ. സിറ്റികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ ഇനിയും ഒരിക്കലും സഹിക്കയില്ല. ഞങ്ങളുടെ ഹൃദയം പൊട്ടി ഇവിടെ വീഴുന്നത് വരെയും സമരം ചെയ്യും. ഇതിന്റെ പരിഹാരം കണ്ടേ പിന്തിരിയൂ എന്നുള്ള ഒരു ഉറക്ക പ്രഖ്യാപനത്തിലൂടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്.